നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഹലോ മമ്മി ഏൽപ്പിച്ചതുപോലെ സൂര്യയുടെ മുറിയിലെ മുഴുവൻ മദ്യക്കുപ്പികളും ഞാൻ എടുത്തു മാറ്റി. അതൊക്കെ ഇപ്പൊ എവിടെയുണ്ട്? തൽക്കാലം എന്റെ മുറിയിൽ വെച്ചിരിക്കുക. അതവിടെ നിന്ന് മാറ്റിയാല് നന്ദിനി കാണാൻ സാധ്യതയുണ്ട്. ശരി, നിന്റെ മുറിയില് അത് ഭദ്രമായിട്ട് ഇരുന്നാ മതി. മമ്മി താക്കോലെടുത്ത് മാറ്റിയതിന്റെ പേരില് സൂര്യ നന്ദിനി തമ്മിൽ വഴക്കുണ്ടായി. കുറച്ചു കഴിഞ്ഞപ്പോ അവരതെല്ലാം കോംപ്രമൈസ് ചെയ്തു എന്നാ തോന്നുന്നത്. അവളുടെ മുഖം കണ്ടിട്ട് എനിക്ക് എങ്ങനെയാ തോന്നുന്നത്? കോംപ്രമൈസ് ചെയ്തോട്ടെ, എനിക്കെന്താ. സൂര്യ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് എന്തിനെയാ? അങ്ങനെ ചോദിച്ചാ ഞാൻ പറയാം, മദ്യം. അത് കറക്റ്റാ. അവന്റെ മുറിയിൽ നിന്നും മദ്യം കാണാതായ അവൻ നിന്നെ സംശയിക്കോ? എന്നെ സംശയിക്കോ? ഇല്ലല്ലോ. അവന്റെ മദ്യപാനം നിർത്താൻ ശ്രമിച്ചവരല്ലേ അവൻ സംശയിക്കാം. അതെ, സംശയിക്കുന്നത് നന്ദിനെ തന്നെയായിരിക്കും. സ്വാഭാവികമായി മുറിയിലെ മദ്യം കണ്ടില്ലെങ്കിൽ അവൻ ചോദിക്കും. അവൾ അറിയില്ല എന്നും പറയും. പിന്നെന്താ സംഭവിക്കാം? അവൻ വയലന്റ് ആവും. മദ്യത്തിന്റെ കാര്യമാവുമ്പോ കൺമുമ്പിൽ നിൽക്കുന്നത് ഭാര്യയാണോ, അച്ഛനാണോ, അമ്മയാണോ, അതൊന്നും അവന് പ്രശ്നമില്ല. ഇന്ന് രാവിലെ വച്ചതിൽ നിന്നും ഒരു സ്റ്റെപ്പ് മുകളിലുള്ളതാ ഇത്. ഇതെങ്ങനെ വർക്കൗട്ട് ആവുമെന്ന് നമുക്ക് നോക്കാം. മമ്മി, ഇത്തരം കാര്യങ്ങളൊക്കെ മമ്മിയുടെ കയ്യിലുണ്ടായിരുന്നെങ്കിലേ അവള് വന്ന് കയറിയപ്പോ തന്നെ ചെയ്യാറുന്നില്ലേ? അങ്ങനെയായിരുന്നെങ്കിൽ എന്നെ അവള് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയനെ. അവള് വലിയ അപകടകാരി ആവില്ല എന്നാണല്ലോ നമ്മൾ കരുതിയത്. കുറച്ചാള് കഴിയുമ്പോ മടുത്തിറങ്ങൂന്ന് കരുതി. പകരം അവള് ചൂര്യച്ചാറിന് സ്നേഹിക്കാൻ തുടങ്ങി. അവൻ തിരിച്ചു. അത് കണ്ടൊന്നും നോക്കിക്കാൻ എനിക്ക് പറ്റില്ല. ഇന്ന് രാത്രിയിൽ നമ്മുടെ വീട്ടിൽ അപ്രതീക്ഷിതമായ ചില കാര്യങ്ങളൊക്കെ സംഭവിക്കും. രാത്രി തന്നെ അവൾ വീടിന്റെ പുറത്തായാലും നീ അത്ഭുതപ്പെടണ്ട. എങ്ങനെയാ മമ്മി കമ്പനിയുടെ തിരക്കിന്റെ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ ആലോചിക്കാൻ സമയം കിട്ടുന്നേ? നീയൊന്നും തോൽവി മുന്നിൽ കാണുന്ന ഒരു നിമിഷത്തെ ഫേസ് ചെയ്തിട്ടില്ല. എനിക്കത് ജീവിതത്തിൽ പലപ്പോഴും സംഭവിച്ചിട്ടുണ്ട്. എന്നിട്ടും തോൽക്കാതെ പിടിച്ചു നിന്നതിന്റെ ഫലമാണ് എനിക്ക് ഇപ്പോഴും ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നത്. എന്തായാലും നമുക്ക് രാത്രി വരെ കാക്കാം. കാക്കാം മമ്മി. അതുവരെ തൽക്കാലം അവന്റെ കുപ്പികള് എന്റെ ബെഡിന്റെ അടിയിൽ ഒളിപ്പിച്ചു വെക്കാം. നീ എന്ത് പണിയാടായി കാണിച്ചത്? എവിടെയായിരുന്നു നീ? എടാ, നീ ദേഷ്യപ്പെടരുത്. ഇത്രയും നേരം ഞാൻ നിന്റെ ബ്രാൻഡ് അന്വേഷിച്ച് നടക്കുമായിരുന്നു. ഒരുത്തന്റെ കയ്യിലും ഫോറിൻ ബ്രാൻഡ് ഇല്ല. എടാ, നീ ഇപ്പൊ എവിടെയാ? ഞാൻ വീട്ടിലെത്തി. എടാ, ഞാൻ കരുതിക്കുട്ടി ചെയ്തതൊന്നുമല്ല. നീ ഒരു കാര്യം ഏൽപ്പിച്ച ഞാൻ അത് സീരിയസ് ആയിട്ട് ചെയ്യുമെന്ന് നിനക്കറിയാലോ. എടാ, പുറത്തുനിന്ന് മദ്യം മേടിക്കാൻ പറയുന്നതേ നിന്റെ അവിടെ കുറച്ചുനേരം സംസാരിക്കാൻ വേണ്ടിയാ. അത് നീ കൊളാക്കി തന്നില്ലേ? സോറിടാ.
നീ ഒരു കാര്യം ചെയ്യ്. ഇന്ന് രാത്രി ഞാൻ എവിടുന്നെങ്കിലും സാധനം സംഘടിപ്പിച്ച് വെക്കാം. നാളെ നമുക്കിരിക്കാം. ഓക്കെ. ഇന്ന് രാത്രിത്തെ കാര്യം കുഴപ്പമില്ല. മുറിയിൽ ആവശ്യത്തിന് കുപ്പികൾ ഇരിപ്പുണ്ട്. ഇവിടെ പിന്നെ പ്രത്യേകിച്ച് വിലക്കുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് എവിടെ ഇരുന്ന് ആവാലോ. നന്ദിനി ഇപ്പൊ നീ മദ്യപിക്കുന്നതിനൊന്നും പറയാറില്ലേ? ഏയ്, ഉപദേശിച്ചിട്ട് കാര്യമില്ലെന്ന് കണ്ടപ്പോ അയാളത് വിട്ടു. ഇപ്പോ ഏത് കണ്ടീഷനിൽ ചെന്ന് കയറിയാലും അയാൾ കുലുങ്ങത്തില്ല. പാവം. ഞാൻ കരുതിയത് സത്യത്തിൽ നന്ദിനിക്ക് ഇതിന്റെ മദ്യപാനം നിർത്താൻ പറ്റുമെന്നാ. ഞാനത് നിർത്താൻ വേണ്ടി തുടങ്ങിയതല്ലോ വിവേകെ, സ്വയം തീരാൻ വേണ്ടി തുടങ്ങിയതല്ലേ. ഈ ബഹളങ്ങളുടെയും സംഘർഷങ്ങളുടെയും ഒക്കെ ഇടയിൽ നിന്ന് സൂര്യ ചിലയിടത്ത് ജയിക്കുന്നുണ്ട്, ചിലയിടത്ത് തോക്കുന്നുമുണ്ട്. പക്ഷേ ഞാൻ എന്നേക്കുമായിട്ട് തോറ്റുപോയൊരു കാര്യമുണ്ട്. അതിന്ന് എനിക്കൊരിക്കലും പുറത്തു വരാൻ പറ്റില്ലടാ. അത് ഞാൻ അവസാനിക്കുമ്പോഴേ തീരൂ. ആ, നീ അത് വിട്. നമുക്കേ നാളെ കാണാം. സൂര്യ, എടാ നീ പേടിക്കണ്ടാ, സെന്റിമെന്റലൊന്നും ആയിട്ടില്ല. ഇനി അഥവാ അങ്ങനെ ആയാൽ തന്നെ ഒരു കുപ്പിയെടുത്ത് മുന്നിൽ വെക്കുമ്പോ അതങ്ങ് തീരും. നീ വെച്ചിട്ട് പോ. രണ്ടെണ്ണം അടിക്കാതെ കൈയും കാലും വിറയ്ക്കുക. ശരിയെന്നാ വയ്ക്കേ. സത്യത്തിൽ ഇന്നത്തെ ബോർഡ് മീറ്റിംഗിൽ ഞാൻ തന്നെ പങ്കെടുത്ത നന്നായി. ഒന്ന് രണ്ട് ബോർഡ് മെമ്പേഴ്സ് ചില സംശയങ്ങളൊക്കെ ചോദിച്ചിരുന്നു. ബോർഡ് മെമ്പേഴ്സ് സംശയങ്ങൾ ചോദിക്കുന്നത് സാധാരണ സംഭവമല്ലേ? വന്നിരിക്കുന്നവർ അതിന് ആൻസർ ചെയ്യാറുണ്ട്. വാശിയുടെ പേരിൽ പങ്കെടുക്കുന്നവരെ കുറിച്ചല്ല ഞാൻ സംസാരിക്കുന്നത്. പത്മ, അവനെ കൊണ്ട് എന്തെങ്കിലും സംസാരിപ്പിക്കാൻ വേണ്ടിയാണെങ്കിൽ അത് വേണ്ട കേട്ടോ. അതെ, അച്ഛന് വേറെ പണിയൊന്നുമില്ലേ? സ്വയബോധത്തിൽ ആരെങ്കിലും ഇവരോട് സംസാരിക്കുമോ? അതെ, ഇവരോട് സംസാരിക്കണമെങ്കിൽ രണ്ടെണ്ണം അടിക്കണം. ആ കല്ലിന്റെ വിലയുള്ളൂ ഇവർക്കും ഇവരുടെ സംസാരത്തിനും.